ആണ് എൻ്റെ സുഹൃത്തിൻ്റെ കല്യാണം. അപ്പോൾ കല്യാണത്തിന് പോകാൻ ഇവിടുന്ന് 2 മണിക്കൂർ ഡ്രൈവാണ്. അപ്പോൾ 2 മണിക്കൂർ ഡ്രൈവൊക്കെ പോയി അങ്ങ് ഒരുപാട് ദൂരെയാണ്. അവിടെ പോയിട്ട് കല്യാണം കൂടണം, അതിൻ്റെ വ്ളോഗ് അടിച്ചു പൊളിക്കണം, കല്യാണം ഒന്ന് കളറാക്കണം. അപ്പോൾ സ്റ്റേ ട്യൂൺ, ആ വീഡിയോസ് ഒക്കെ വരാനുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ സ്കൂട്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് ഞാനും താത്തയും വണ്ടിമേൽ നാദാപുരത്തേക്ക് പോയി. 2.5 മണിക്കൂർ ഡ്രൈവായിരുന്നു. പക്ഷെ എന്തായാലും അവിടെ എത്തിയേരം അത് വേർത്തിട്ടായി. കാരണം അത്ര അടിപൊളി പരിപാടിയായിരുന്നു. അതിൻ്റെ ഫുൾ വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനും കൂടി ബ്രൈഡിനൊക്കെ പോയി കണ്ട് പിന്നെ വെയിറ്റിംഗ് പരിപാടിയായി. കാരണം ചെക്കൻ വീട്ടിലേക്ക് വരണം. ചെക്കൻ വന്നിട്ടാണ് ഇനി ബാക്കിയുള്ള എല്ലാ പരിപാടിയും. മണവാളൻ വരാൻ സമയമായി, വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം മണവാളൻ എത്തിട്ടാണ് പിന്നെ അതിൻ്റെ സൈഡിൽ ഈ സാധനം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ മണവാളനും ടീമും വന്നിട്ടാണ് ഈ ചായയും ഈ സാധനമൊക്കെ കൊടുക്കുക. അപ്പോൾ ഞാൻ എന്താക്കി ലാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു. പക്ഷേ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് സാധനം തീർന്നു പോയി ഗൈസ്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരുന്നതിന് ശേഷം അവസാനമാണ് മണവാളനും ടീമും വന്ന്. മോനെ ഗംഭീര എൻട്രിയോട് കൂടിയായിരുന്നു മണവാളൻ കല്യാണ ഹാളിലേക്ക് എൻ്റർ ചെയ്ത്. പാട്ട്, ഡാൻസ്, കാറ്, ജീപ്പ്, അതിൻ്റെ വിഷ്വൽസ് ഫുള്ള് ഞാൻ എടുത്തു. എന്തായാലും വാളനൊക്കെ വന്ന് ഗൈസ്. ഇവിടെ ഒരു ഫുഡ് അടിയും തുടങ്ങി. കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോകുന്നതിന് ഇടയ്ക്ക് സമരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയും കുറച്ച് വിഷ്വൽസ് ഉണ്ട്. അങ്ങനെ കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് ഡ്രൈവ് കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ എന്താക്കി ഇമ്മാമിനെ കൂട്ടി പുറത്തു പോയി. അയൽവേക്കും ഫുഡ് മേടിക്കാൻ വന്നിരിക്കുന്നു. ഗിഫ്റ്റ് ഉപ്പമ്മ. അപ്പോൾ ഇതാണ് ഗൈസ് പീടിക. നല്ല വൈബ് സ്ഥലമാണ്. ചെറിയ പീടികയാണെങ്കിലും ഫുള്ള് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പർ സ്ഥലം. അപ്പോൾ ഗൈസ് നമ്മൾ മിൽക്ക് സർബത്തും ഫലാഫലും ഒക്കെ മാമൻ്റെ പേരെ കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഒപ്പീനിയൻസ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ.